കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2 പേർക്ക് പരിക്ക് പറ്റി. അതിലൊരാൾ മരണപ്പെട്ടു. മരണപ്പെട്ട ആളോട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ തോൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ ഈ അക്രമം അഴിച്ചു വിടുന്നത്. എത്ര നാൾ ഈ കേരള ജനത നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? ഈ കൊലപാതക രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ, മക്കൾക്ക് അച്ഛനെ, സഹോദരിമാർക്ക് സഹോദരനെ. അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്ന മുഖം ആരുടെയാണ്? 51 വെട്ടുവെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരന്റെ മുഖമാണ്. അവിടം കൊണ്ട് തീർന്നോ നിങ്ങളുടെ കൊലവെറി? ഷുഹൈബിന്റെ കൊലപാതകം ഓർമ്മയില്ലേ? കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്ന അരിയിൽ ഷുക്കൂറിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ആൾക്കൂട്ട വിചാരണയുടെ പരമ്പരയാണ് ഇങ്ങ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ആ സിദ്ധാർത്ഥിന്റെ സാധുക്കളായ മാതാപിതാക്കൾക്ക് ആ ദുരന്തം വന്നെത്തി, അല്ലെങ്കിൽ വരുത്തി വെച്ചു ഇവർ. ആ മരണവാർത്ത അറിഞ്ഞ ആ മാതാപിതാക്കൾ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം, എൻ്റെ മകൻ, ഞങ്ങളുടെ മകൻ വേദന അറിയാതെ പോയി കാണണമേ എന്ന്. അത് നടന്നോ? അതിലും അവർക്ക് ഭാഗ്യമുണ്ടായില്ല. 1-2 മണിക്കൂറല്ല, 3 ദിവസം അതിക്രൂരമായി പൈശാചികമായി പീഡിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത്. ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ എന്താണ് പറഞ്ഞത്? വയറ്റിൽ ഒരംശം ജലമോ ഭക്ഷണ പദാർത്ഥമോ ഇല്ല. ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? തലമൂത്ത സഹാക്കന്മാരൊന്നും മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ മുഖമുദ്ര തന്നെ അക്രമ രാഷ്ട്രീയമാണ്. പക്ഷെ ഈ കുട്ടി സഹാക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഇവരുടെ കയ്യിലേക്കാണ് കേരളത്തിന്റെ ഭാവി വന്നു ചേരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് ഈ കുറ്റം നടന്നിട്ട് ഏറ്റവും ആദ്യം ഇത് മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിടാൻ വേണ്ടി കോൺഗ്രസ് അതിഭയങ്കരമായ രീതിയിൽ സത്യാഗ്രഹം ഉൾപ്പെടെ സമരം ചെയ്ത് വാങ്ങിച്ചെടുത്തതാണ് CBI അന്വേഷണം. അത് മട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ? അവിടെയുള്ള 31 കുട്ടികളുടെ സസ്പെൻഷൻ നിങ്ങൾ എന്തിനാ പിൻവലിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ആരെയൊക്കെയോ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ, നിങ്ങൾ കൊല ചെയ്യൂ, നിങ്ങൾ ആക്രമിക്കൂ, നിങ്ങൾ എന്തും ചെയ്തിട്ട് വന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. കോടികൾ കൊടുത്ത് വക്കീലന്മാർ വരും നിങ്ങളെ പുറത്തിറക്കാൻ, അല്ലേ? എന്നാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വടകരയിൽ പോയിരുന്നു. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു സാധു സ്ത്രീ, അനിത എന്ന് പറഞ്ഞൊരു നേഴ്സ് കുത്തിയിരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി കഴിഞ്ഞ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരു പേഷ്യന്റിനെ അവിടുത്തെ ഈ സംഘടനയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു.